ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ലേയേഴ്സ് ഓഫ് ഇക്വേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ആൾജിബ്രിക് ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. വളരെ വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കുറച്ച് പ്രോബ്ലംസ് നമുക്കിങ്ങനെ മെൻ്റലി ചെയ്ത് നോക്കാനുള്ളതാണ്. നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ല നമുക്ക് തിങ്ക് ചെയ്തിട്ട് ഈസി മാത്സ് പോലെ തിങ്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. There are 100 beads, black and white, in a box. 10 more black than white. How many black and how many white? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് ആകെ 100 ബീഡ്സ് ഉണ്ട്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മണികൾ, മാലമണിയൊക്കെ ഇല്ല, അതാണ് ബീഡ്സ്. അപ്പോൾ 100 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. 2 കളേഴ്സാണ് ഉള്ളത്, ബ്ലാക്ക്, വൈറ്റ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ക്ലൂ, 10 more black than white. വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സെപ്പറേറ്റ് എണ്ണമാണ്. അതായത് എത്ര വൈറ്റ് ഉണ്ട്, എത്ര ബ്ലാക്ക് ഉണ്ട്, എത്ര ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, എത്ര വൈറ്റ് ബീഡ്സ് ഉണ്ട്, അതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് തിങ്ക് ചെയ്താൽ തന്നെ നമുക്കിത് കുറേയൊക്കെ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം. അത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നില്ല ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? ബ്ലാക്ക് ബീഡ്സ് ഉണ്ട്, വൈറ്റ് ബീഡ്സ് ഉണ്ട് അല്ലേ. ഒന്നിനേക്കാളും 10 എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു വാരിയബിൾ എടുത്താൽ മതിയായിരിക്കും. എക്സ് വാരിയബിളായിട്ട് എടുക്കാം. ആരുടെ എണ്ണമാണ് നമ്മൾ എക്സ് എടുക്കുന്നത്? എക്സ് ബി ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. എക്സ് ബി ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം ഞാൻ എക്സ് തന്നെ എടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം മനസ്സിലാക്കാമല്ലോ. വൈറ്റ് ബീഡ്സ് എത്രയായിരിക്കും? എക്സ് മൈനസ് 10 ആയിരിക്കുമല്ലോ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണമാണ് അല്ലേ. ബ്ലാക്ക് ബീഡ്സിനേക്കാളും 10 കുറവല്ലേ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം അല്ലേ. അങ്ങനെയാണ് അവർ തന്നിരിക്കുന്നത്. 10 more ബീഡ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 10 more ദാൻ ദ വൈറ്റ് ബീഡ്സ് ആണ് ബ്ലാക്ക് ബീഡ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് മനസ്സിലാക്കാം? ബ്ലാക്ക് ബീഡ്സിൻ്റെ കാളും 10 കുറവാണ് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം. അതായത് ബ്ലാക്ക് ബീഡ്സിന് 10 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കിട്ടും. ഇനി നമുക്ക് ഇത് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും ആണ് അല്ലേ. ഇത് രണ്ടും ആഡ് ചെയ്ത് എത്ര കിട്ടണം? 100 എന്ന് കിട്ടണം അല്ലേ. 100 എന്ന് കിട്ടണം. കാരണം ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 100 ആണ്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് എക്സ് മൈനസ് 10, അതായത് ഇത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം, ഇത് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 100 എന്ന് കിട്ടണം. ഇനി ഇത് അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി അല്ലേ. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പോൾ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈക്വൽ ടു 100 അല്ലേ. ഇനി ഇവിടെ നമുക്ക് എക്സ് പ്ലസ് എക്സ് മൈനസ് 10. അപ്പോൾ എക്സ് പ്ലസ് എക്സ് 2x മൈനസ് 10 ഇസ് ഈക്വൽ ടു 100 അല്ലേ. നമ്മളെന്താ ചെയ്യുന്നത്? എപ്പോഴും വാരിയബിളിൻ്റെ ടേമിനെ അവിടെ നിർത്തി ബാക്കിയെല്ലാ ടേമും. ഇപ്പോൾ ഇത് നമുക്കറിയാം LHS അല്ലേ ഇക്വേഷൻ്റെ, ഇത് RHS. LHS സൈഡിൽ വേരിയബിൾ ടേം നിർത്തി ബാക്കി എല്ലാ ടേമിനെയും RHSൽ കൊണ്ടുപോയി സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനലി എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? ഈ വാരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 2x ഇവിടെ നടത്താം. മൈനസ് 10 അങ്ങോട്ട് കൊണ്ടുപോകാം. -10 ഈ ഈക്വൽ സൈഡ് അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ ഓൾറെഡി 100 ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ +10 ആവും അല്ലേ. പിന്നെ 2x ഈക്വൽ ടു 100 + 10 110, 110 കിട്ടി. അതിനുശേഷം ഇവിടെ 2x ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. 2x എന്നാൽ 2 × x ആണ്. അപ്പോൾ ഈ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന 2 അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഇവിടെ x മാത്രം മതി നമുക്ക്. x ഇവിടെ × 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവിഷനാവും. സോ 110/2 എത്രയാണ്? 110ൻ്റെ പകുതി /2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 55. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
എക്സ് 55 എന്ന് കിട്ടി. അതായത് എക്സ് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് അല്ലേ. അപ്പോൾ ബ്ലാക്ക് ബീഡ്സ് ഈക്വൽ ടു 55 അല്ലേ. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഇസ് ഈക്വൽ ടു 55 എന്ന് കിട്ടി. അടുത്തത് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഇസ് ഈക്വൽ ടു 55. അടുത്ത നമുക്ക് എന്താണ് പഠിക്കുന്നത്, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം അല്ലേ. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് അത് നമുക്ക് ഓൾറെഡി മനസ്സിലായി, ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ബ്ലാക്ക് ബീഡ്സിനേക്കാളും 10 കുറവാണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ്സിനേക്കാളും 10 കുറവ് ഇതിലിട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വാല്യൂ നമ്മൾ 55 കിട്ടി, -10 ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് കിട്ടും. ഇതിന് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 45 അല്ലേ. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് 45, നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് 55. നമ്മൾ ഈ പ്രോബ്ലം അവർ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ കണ്ടുപിടിച്ചു അല്ലേ. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കണ്ടുപിടിച്ചു. ഇതുപോലെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് വേരിയബിൾസിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്ത് ഇതുപോലെ നമുക്ക് ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ, ഒരു 2-3 വട്ടം ഈ പ്രോബ്ലം ഇങ്ങനെ വായിക്കുക. എപ്പോഴും ക്വസ്റ്റ്യൻ നമ്മൾ ഒരു വട്ടം വായിച്ചാൽ പോരാ, 1, 2, 3 വട്ടം നല്ല തറവായി വായിച്ചതിന് ശേഷം വേണം ആൻസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ ചെയ്ത് പഠിക്കുക. വീട്ടിലത് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ലേയേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലേ. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിലെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം ഇതാണ്. The price of a table and chair is 11,000 rupees. The price of the table and 4 chair is 14,000 rupees. What is the price of each? അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും വില 11,000 രൂപ, 11,000 rupees. ഇനി ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും കൂടി വില 14,000, 14,000 rupees. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പൈസ കണ്ടുപിടിക്കാം, എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും, ഞാൻ ടേബിളിന് ടീന്നും ചെയറിന് സീന്നും എടുക്കുകയാണ് ഫസ്റ്റ് ലെറ്റേഴ്സ്. അതിൻ്റെ പ്രൈസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 11,000 കിട്ടും അല്ലേ. അടുത്ത സെൻറ്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും വില 14,000. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതൊരു ഇക്വേഷനിൽ എഴുതാം. ഒരു ടേബിളിൻ്റെയും 4 ചെയർ എന്ന് പറയുമ്പോൾ 4 × C ആയിരിക്കുമല്ലോ അതിൻ്റെ പൈസ അല്ലേ. ഇസ് ഈക്വൽ ടു എത്രയാണ്, 14,000. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി നമ്മളോട് ടേബിളിൻ്റെയും ചെയറിൻ്റെയും ഓരോന്ന് വിധത്തിൽ, ഓരോ ചെയറിൻ്റെ, ഒരു ചെയർ ഒരു ടേബിൾ, അതിൻ്റെ പൈസയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തിങ്ക് ചെയ്ത് തന്നെ മനസ്സിലാവും, ടേബിളിൻ്റെ നമ്പറിൽ വ്യത്യാസമൊന്നുമില്ല, ചെയർ ഒരു 3 കൂടിയിട്ടുണ്ട്. അപ്പം വില ഒരു 3,000 കൂടിയിട്ടുണ്ട് അല്ലേ. 11,000 14,000 എന്ന് പറയുമ്പോൾ 3,000 അല്ലേ കൂടിയത്. അപ്പോൾ ഇവിടെ എന്താണ് കൂടിയത്, ടേബിളിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ചെയറിൻ്റെ എണ്ണത്തിൽ ഒരു 3 ചെയർ എക്സ്ട്രാ വന്നു. ആ 3 ചെയർ എക്സ്ട്രാ വന്നതുകൊണ്ടാണ് ഈ 3,000 രൂപ എക്സ്ട്രാ വന്നത്. അപ്പോൾ 3 ചെയർ വന്നപ്പോൾ 3,000 രൂപ എക്സ്ട്രാ വന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ചെയറിൻ്റെ പൈസ കിട്ടില്ലേ, തിങ്ക് ചെയ്ത് മനസ്സിലാവുമല്ലോ ഇല്ലേ. എത്രയായിരിക്കും ഒരു ചെയറിൻ്റെ വില എന്ന് പറയുന്നത്, 3,000/3, അതായത് 1,000 രൂപ. ഒരു ചെയറിൻ്റെ വില എത്രയാണ്, 1,000 രൂപ. എന്താ, അപ്പോൾ നമുക്ക് 1,000 രൂപ ഒരു ചെയറിൻ്റെ വിലയാണെങ്കിൽ ഇവിടെ ഒരു ചെയറിൻ്റെ വിലയും ഒരു ടേബിളിൻ്റെ വില 11,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ചെയറിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു 1,000. അപ്പം ബാക്കി ഈ ഒരു ചെയറിൻ്റെ വില 1,000 ആണെങ്കിൽ ഈ ടേബിളിൻ്റെ വില എത്രയായിരിക്കും, ഈ 11,000 1,000 കുറച്ചാൽ പോരെ, 10,000 രൂപയായിരിക്കും അല്ലേ. അതായത് ഈ T + C നമ്മൾ ഇട്ടുണ്ടല്ലോ,
അതായത് ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് ആഡ് ചെയ്താൽ നമുക്ക് 11,000 രൂപ കടയിൽ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ ഒരു ചെയറിൻ്റെ വില നമുക്ക് കിട്ടി, ടേബിളിൻ്റെ വില കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ചെയറിൻ്റെ വില 1000 രൂപ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടും കൂടിയാണല്ലോ കടയിൽ 11,000 വരുന്നത്. അപ്പം ഇതിന് ടി ഇവിടെ നിർത്താം. ഡബിൾ പോകുമ്പോൾ എന്താവും? മൈനസ് 11,000 1000 മൈനസ് ചെയ്ത് എത്ര കിട്ടും നമുക്ക്? നമുക്ക് 10,000 എന്ന് കിട്ടും അല്ലേ? ആ 10,000 ആരുടെ വിലയാണ്? ടേബിളിൻ്റെ. ഒരു ടേബിളിൻ്റെ വില 10,000, ഒരു ചെയറിൻ്റെ വില 1000. ഇത് നമുക്ക് തിങ്ക് ചെയ്ത് ഞാൻ പറയുന്ന ആൻസറാണ്. അതായത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മെൻ്റലി തിങ്ക് ചെയ്തെടുക്കാൻ പറ്റും ചെയറിൻ്റെ പ്രൈസ്. ഇങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ വെച്ചിട്ട് ഈ ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം നമുക്ക് എങ്ങനെ മറ്റൊരു രീതിയിൽ ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻസ്, അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് നമുക്കിങ്ങനെ എക്സും വൈ ഒക്കെ ഇട്ട് വാരിയബിൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടേബിളിൻ്റെ പ്രൈസ്, ചെയറിൻ്റെ പ്രൈസ്, ഒരു ടേബിളിൻ്റെയും ഒരു ചെയറിൻ്റെയും പ്രൈസ് തുകയാണ്, ടോട്ടലാണ് 11,000 തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും ടോട്ടൽ പ്രൈസാണ് 14,000 തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടേബിളിന് എക്സ് എന്ന് പറയുന്നത് ടേബിളിൻ്റെ പ്രൈസായിട്ട് എടുക്കാം. ഓക്കെ, വൈ എന്ന് പറയുന്നത് ചെയറിൻ്റെ പ്രൈസായിട്ട് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇക്വേഷൻസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കറിയാം ഒരു ടേബിൾ ഒരു ചെയറും തുകയാണ്, ടോട്ടലാണ് 11,000. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 11,000 എന്നെഴുതി കൂടെ? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. കാരണം ഒരു ചെയറിൻ്റെ ഒരു ടേബിളിൻ്റെ ഒരു ചെയറിൻ്റെ ടോട്ടൽ പൈസയാണ്, ടോട്ടൽ പ്രൈസാണ് 11,000. അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും, 4 ചെയർ എന്ന് പറയുമ്പോൾ 4y വരുമല്ലോ, 4 ചെയറിൻ്റെയും പൈസയാണ് 14,000. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് വെച്ചാൽ, ഇങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ 2 വേരിയബിൾ ഉണ്ടല്ലേ? 2 വേരിയബിളിന് നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കിട്ടിയാലേ മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ 2 വേരിയബിൾ ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വേരിയബിളിനെ ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്യാനായിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കൂ. എക്സും എക്സും ആഡ് ചെയ്താൽ എത്രയാണ്? 2x. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സിന് ഈ 2x ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടി ഒരു എക്സിനെ നമുക്ക് മൈനസ് ആക്കാം. അപ്പോൾ നോക്കൂ, മൈനസ് എക്സ് പ്ലസ് എക്സ് വരുമ്പോൾ നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് സൈനൊക്കെ അല്ലേ? വരുമ്പോൾ അത് 0 ആവും, അങ്ങനെയല്ലേ? അപ്പം എന്ത് ചെയ്യും? നമുക്കിതിൽ ഒരു എക്സിനെ കളയാൻ വേണ്ടി നമ്മളിതിൽ മൈനസ് സൈൻ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യും. പക്ഷെ മൈനസ് കൊണ്ട് ഇതിന് മാത്രം ഇൻഡ്യൂസ് ചെയ്താൽ പോരാ, ഫുൾ ഇക്വേഷൻ നമ്മൾ മൈനസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഇക്വേഷൻ യാതൊരു മാറ്റം വരുത്താൻ പാടില്ല. സോ ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ഓൾ ദീസ് വിത്ത് മൈനസ്. അപ്പോൾ ഞാൻ ഇതിന് മൈനസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് ആവുമ്പോൾ എന്തായി? മൈനസ് എക്സ്, ഇതും മൈനസ് ആവില്ലേ? പ്ലസ് വൈൻ്റെ മൈനസ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ മൈനസ് വൈ, ഇതും നമ്പറും മൈനസ് ആവും അല്ലേ? കാരണം അത് പ്ലസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി മാറി. ഇനി സെക്കൻഡ് ഇക്വേഷൻ മാറ്റൊന്നും വരുത്തല്ല, അതുപോലെ തന്നെ എഴുതാം. എക്സ് പ്ലസ് 4y ഈക്വൽ ടു 14,000. ഇനി നമ്മളിത് ആഡ് ചെയ്യാൻ പോകണം. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യുമ്പോൾ നോക്കൂ,
ഇത് രണ്ടും അടിച്ച് ചെയ്യുമ്പോൾ വരും -6ഉം +6 അല്ലേ, 0 ആയി. ഇനി +4y -y എത്രയാണത്? 3y. ഓക്കെ, 3y. പിന്നെ 14,000 11,000, ഇവിടെ -11,000 ഇവിടെ +14,000. നമ്മൾ സൈൻ വൈസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ബിഗ് നമ്പറിന് സ്മോൾ നമ്പർ മൈനസ് ചെയ്യാം, ബിഗ് നമ്പറിന് സൈനാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 3,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ വൈയുടെ വാല്യൂ എങ്ങനെ കിട്ടും? y = 3നെ അവിടേക്ക് അപ്പുറത്തെ സൈഡിലാണ് കൊണ്ടുപോകാം. y 3 ആവും. സോ അത് 1000 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂ, അതായത് പ്രൈസ് ഓഫ് എ ചെയർ. Price of a share is equal to, that is y is equal to 1000 rupees എന്ന് കിട്ടും. അപ്പോൾ അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ടേബിളിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കും. നമുക്കത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോലെ. നമ്മൾ ആദ്യം ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു ടേബിളിൻ്റെ ഒരു ചെയറിൻ്റെയും പൈസയുടെ ടോട്ടലാണ് എന്താ 11,000 നമ്മളിത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ മൈനസ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നതിനേക്കാളും മുമ്പ് ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമ്മൾ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയുടെ അവിടെ എക്സ് അറിയില്ല, എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ടേബിളിൻ്റെ വാല്യൂ. സോ പ്ലസ് ഇവിടെ എന്ത് കൊടുക്കാം? 1000 എന്ന് കൊടുക്കാം. ഇവിടെ 11,000 കിട്ടും. അപ്പോൾ നമ്മളിനി എക്സ് ഇവിടെ നിർത്താം. ഈ +1000 അവിടെ പോകുമ്പോൾ എന്താവും? -1000. is equal to 11,000 minus 1,000. X is equal to 10,000. So the price of one table is 10,000. So price of a table that is S is equal to 10,000. നമുക്കിത് രണ്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൈസുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് ചെയ്ത് പഠിക്കും. നമുക്ക് കുറച്ചും കൂടി ഈസിയാവും. പിന്നെ ഈ മൈനസ് സൈനോട് ഇൻറ്റു ചെയ്യുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, കാരണം ഈ സ്റ്റെപ്പ് ഇനിയും വരുന്ന പ്രോബ്ലംസിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നന്നായി എല്ലാവരും ചെയ്ത് പഠിക്കാം. ഓക്കെ.